നോക്കൂ. ശബത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചു കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യമാണ്. ഞാൻ 56-ാം വാക്യം നമുക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ചില ആഴ്ചവട്ടങ്ങൾക്ക് മുമ്പ് വായിച്ചതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ 56-ന്റെ 1ഉം 2ഉം വീണ്ടും ആവർത്തിക്കുന്നു. യഹോവ ഇങ്ങനെ പറയുന്നു, എൻ്റെ ഏകജാതനായ പുത്രൻ വരുന്നു. ക്രൂശിൽ അവിടുന്ന് ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തുവാൻ സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ. ഞാൻ പ്രത്യേകിച്ച് സൂചിപ്പിക്കാനായിട്ടിടയായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ധാരാളം അശുകൈക പ്രവചനങ്ങളുണ്ട്. യേശു കർത്താവ് ഭൂമി വരുന്നതിന് മുമ്പ് യേശുവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വേദാംശമാണ് ഈ ഭാഗം. 2-ാം വാക്യം ഇവണ്ണം നമുക്ക് മനസ്സിലാക്കത്തക്ക വണ്ണം ഞാൻ വായിക്കുന്നു. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ശബത്തിനെ അശുദ്ധമാക്കാതെ എന്നത് ആരാധനയെ അശുദ്ധമാക്കാതെ തിരുവചന പ്രകാരം ആരാധിച്ച് ദോഷമൊന്നും ചെയ്യാതെ തൻ്റെ കൈ സൂക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ഏത് മനുഷ്യനും ഭാഗ്യവാൻ എന്ന ഒരു തിരുവെഴുത്താണ് 2-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ശബത്തിനെ അഥവാ ആരാധനയെ അശുദ്ധമാക്കുക എന്ന് പറയുന്നത് നാം തിരുവെഴുത്തുകൾ പഠിച്ചാൽ ആരാധന ദിവസം, ആരാധിക്കുന്ന സമയം, ആരാധിക്കുന്ന കാലം, വേറെ ഏത് കാര്യത്തിനും മനുഷ്യൻ മർത്യൻ തുനിഞ്ഞാലും ആരാധന ദിവസത്തെ അശുദ്ധമാക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനാലാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആരാധന ദിവസം, ആരാധനയെ അശുദ്ധമാക്കാതെ. പുതിയ നിയമപ്രകാരം ദിവസത്തിനല്ല പ്രാധാന്യം, ആരാധനയ്ക്കാണ് പ്രാധാന്യം. കാണത്തക്ക ആരാധന വസ്തുവിനല്ല പ്രാധാന്യം, കർത്താവായ യേശു ക്രിസ്തുവിനാണ് പ്രാധാന്യം. നാം 7-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അതിനോടനുബന്ധിച്ചാണ് ആദ്യത്തെ ആലയമായ ശലോമോന്റെ ആലയത്തെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകം 8-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളാണ് അതിനാധാരമായി നാം ഈ ആഴ്ചവട്ടങ്ങളിൽ ശ്രദ്ധിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, പ്രധാനമായ 5ലധികം കാര്യങ്ങൾ ഈ 14-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഇങ്ങനെ വായിക്കുന്നു. 12-ാം വാക്യം മുതൽ, ശലോമോൻ താൻ മണ്ഡപത്തിന് മുമ്പിൽ പണിത യഹോവയുടെ യാഗപീഠത്തിന്മേൽ അതത് ദിവസത്തേക്ക് വേണ്ടിയിരുന്നത് പോലെ മോശയുടെ കൽപ്പന പ്രകാരം ശബത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിൽ, വാരോത്സവത്തിൽ, കൂടാരങ്ങളുടെ ഉത്സവത്തിൽ, ഇങ്ങനെ ആണ്ടിൽ 3 പ്രാവശ്യവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കഴിച്ചു പോന്നു. ഇതാണ് 12-13 വാക്യങ്ങൾ. ശേഷമുള്ള വാക്യങ്ങൾ ഞാൻ പിന്നാലെ ശുശ്രൂഷിക്കുന്ന സമയത്ത് വായിച്ചു കൊള്ളാം. ഈ ഭാഗങ്ങൾ വായിച്ച ഒന്നാമത് മനസ്സിലാക്കുന്നത് യാഗപീഠം പണിയുക എന്നുള്ളതാണ്. 2, ഉത്സവ ദിനാരാധന അഥവാ ആരാധനയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. 3, സ്തോത്ര ശുശ്രൂഷകന്മാരെ നിയമിക്കുക എന്ന കാര്യമാണ്. 2, പുരോഹിത ശുശ്രൂഷയ്ക്ക് ശുശ്രൂഷിപ്പാൻ ചിലരെ നിയമിക്കുക എന്നുള്ളതാണ്. 3, ലേവ്യരുടെ പ്രവൃത്തിക്ക് ചിലരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. 4, വാതിൽ കാവൽക്കാരാക്കി വയ്ക്കുക എന്നതാണ് ഈ 14-ാം വാക്യത്തിൽ കാണുന്ന 4 കൂട്ടം കാര്യങ്ങൾ. തുടർന്ന് ചില കാര്യങ്ങൾ കൂടെ ആ ഭാഗത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആലയപ്പണി ശലോമോന്റെ കൈകളാൽ ദൈവം സാധ്യമാക്കി തീർത്തു. അങ്ങനെ യഹോവയുടെ ആലയം പണിതു. ഇതാണ് 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഞാൻ അതിൽ 16-ാം വാക്യത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു. ശലോമോൻ ആലയപ്പണി ആരംഭിച്ചതുപോലെ നാം 1994 ഫെബ്രുവരി 12-ന് സിറ്റി ചർച്ച് എന്ന സഭയുടെ പണി ആരംഭിച്ചു. കർത്താവാണ്
അതിന് അടിസ്ഥാനമിട്ടത്. അത് സാധ്യമായി കൊണ്ടുവരുന്നു. ശലോമോൻ ആലയപ്പണി ചെയ്തു തീർത്തതുപോലെ വേഗത്തിൽ ആലയപ്പണി തീർക്കാൻ, സഭയുടെ പണി തീർക്കാൻ നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യവും ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ പറയുന്നു, അങ്ങനെ യഹോവയുടെ ആലയം പണിതി തീർന്നു. സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തോടു കൂടെ ദൈവസഭയുടെ പണി മനോഹരമായ നിലയിൽ നാം പൂർത്തീകരിക്കും. നമ്മുടെ കാലഘട്ടത്തിൽ കർത്താവ് കടന്നു വന്നില്ലെങ്കിൽ നമ്മുടെ തലമുറകൾ എഴുന്നേറ്റ് വീണ്ടും പണിതുകൊണ്ടേയിരിക്കും. യേശുവിന്റെ നാൾ വരെ പണിയപ്പെടുന്നതാണ് ക്രിസ്തുവിന്റെ സഭ. കാൽപ്പനികമായ കാലഘട്ടത്തിൽ ശലോമോന്റെ കാലം ആലയപ്പണി ചെയ്തു തീർത്തു, ആരാധന പുനഃസ്ഥാപിച്ചുവെങ്കിൽ ഇന്ന് ആത്മീകമായ ആലയം ഭൂമിയിൽ നിലനിൽക്കുന്നു, ആരാധനയും നിലനിൽക്കുന്നു എന്ന് നാം 1 പത്രോസിന്റെ ലേഖനം വായിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പേ, ആലയം എന്നത് ആരാധനയെ കാണിക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ട് പ്രത്യേകിച്ച് പറഞ്ഞു, ഡെയിലി we work for our family, daily we work for the nation, daily we want to work for the temple of God, for the church. ഇത് വളരെ വളരെ നാം മനസ്സിലാക്കേണ്ട ദൈവിക കൽപ്പനയാണ്. എല്ലാ ദിവസവും നാം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു, എല്ലാ ദിവസവും നാം രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു. നാം ഒരു ചെറിയ സാധനം 1 ലിറ്റർ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ പോലും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും സെൻട്രൽ ഗവൺമെന്റിനെയും നമ്മൾ സഹായിക്കുന്നു. വി വർക്ക് ഫോർ ദ നേഷൻ. അങ്ങനെയെങ്കിൽ we want to daily help, daily work the kingdom of God and the church. ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൽപ്പനയാണ്. തൊട്ട് മേളത്ത് 15 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവരെല്ലാവരും രാജാവിന്റെ കൽപ്പന വിട്ടുമാറിയില്ല എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രാജാതി രാജാവും കർത്താതി കർത്താവും ദൈവാതി ദൈവമായ നമ്മുടെ പ്രിയനായ കർത്താവിന്റെ ഏറ്റവും വലിയ കൽപ്പനയാണ്, ഡെയിലി വി വാണ്ട് ടു വർക്ക് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. നാം ദൈവരാജ്യത്തിന് വേണ്ടി നിത്യവും വേലയെടുക്കുക എന്നുള്ളത്, നിത്യവും അനുഗ്രഹിക്കപ്പെടുവാൻ, എന്നും അനുഗ്രഹിക്കപ്പെടാൻ ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. നാം 12 വാക്യം വായിക്കുമ്പോൾ നാം കേട്ടു, യാഗപീഠവും യാഗവസ്തുവും ഒക്കെ ആരാധനയോട് അനുബന്ധിച്ച് പറയുന്നത് ഒരു ഭാഗമാണ്. ഞാൻ പഴയ നിയമ യാഗപീഠത്തെക്കുറിച്ചോ യാഗത്തെക്കുറിച്ചോ ഒന്നും എനിക്ക് വിവരിക്കാൻ സമയമില്ല. ദൈവം അത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു സമയം തരികയാണെങ്കിൽ വിവരിച്ചു കൊള്ളാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പഴയ നിയമ ആചാര അനുഷ്ഠാനങ്ങളിൽ യാഗപീഠവും യാഗവും ദൈവത്തിന് സുഗ്രാഹ്യമായ ഒരിടവും സംഗതിയുമായിരുന്നു. മനുഷ്യന്റെ പാപപരിഹാരവും മനുഷ്യന്റെ സന്തോഷവും മനുഷ്യന്റെ ആനന്ദവും അനുഗ്രഹവും ഒക്കെ ദൈവം നൽകിയിരുന്നത് യാഗപീഠത്തിന്റെ അരികിലേക്ക് യാഗമൃഗവുമായി കടന്നു വരുന്ന പാപിയായ മനുഷ്യന്റെ അനുതാപവും കരച്ചിലും യാഗാർപ്പണം കണ്ടുകൊണ്ട് ദൈവം അവരെയും അവരുടെ കുടുംബത്തെയും അവരുടെ രാജ്യത്തെയും അനുഗ്രഹിച്ചിരുന്നു. യാഗപീഠത്തിന്റെ അടുക്കലേക്ക് വരുന്ന ഒരുവന് കാണാൻ കഴിയുന്നത് ആട്ടിൻകൂട്ടങ്ങളുടെയോ പറവകളുടെയോ ദീനരോധനങ്ങളാണ്, അലർച്ചയാണ്, കരച്ചിലാണ്. നമുക്ക് പുതിയ നിയമ വെളിച്ചത്തിൽ കാണാൻ പറ്റും. ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് പറഞ്ഞുകൊണ്ട് 7 മൊഴികളാൽ കാൽവരി ക്രൂശിൽ ദൈവത്തിന്റെ കുഞ്ഞാട് ഉറക്കെ നിലവിളിക്കുന്നത് കാണാൻ പറ്റും. യാഗപീഠത്തിന്റെ അരികിൽ വന്നാൽ പുരോഹിത ഗണങ്ങൾ യാഗവസ്തുവിനെ വെട്ടാൻ യാഗമർപ്പിക്കാൻ വരുന്നത് കാണാൻ പറ്റും. ക്രൂശിന്റെ ചുവട്ടിലേക്ക് നമ്മൾ വന്നാൽ ഒരു കൂട്ടം ആരാച്ചാർമാർ ഒരാട്ടുകുട്ടിയെ വെട്ടുന്ന പോലെ യേശുവിനെ മുറിവേൽപ്പിക്കുന്നതും ക്രൂശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യാഗപീഠത്തിന്റെ അരികിൽ വന്നാൽ വാസ്തവത്തിൽ യാഗമർപ്പിക്കാനായി കടന്നു വരുന്ന യാഗാർപ്പകരുടെ വസ്ത്രത്തിന്റെ വെളിമ്പിൽ പോലും രക്തക്കറകൾ പറ്റിയിരിക്കുന്നത് കാണാൻ പറ്റും. മാംസത്തുണ്ടുകൾ തെറിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അവർ ഉപയോഗിക്കുന്ന കത്തികളിൽ മാംസത്തുണ്ടുകളും രക്തക്കറകളും കാണാൻ പറ്റും. കാൽവരി ക്രൂശിലേക്ക് കടന്നു വന്നാൽ യേശുവിന്റെ അടുക്കൽ നിന്ന് അവനെ പൊരുതി അടിക്കുന്നവർക്കും അവനെ
കാണാൻ പറ്റും. ചാട്ടവാറകളാൽ അവൻ അടിക്കപ്പെടുമ്പോൾ ഒരു ആട്ടിൻകുട്ടിയുടെ മാംസം തെറിച്ചു പോകുന്ന പോലെ യേശു ക്രിസ്തുവിന്റെ മുതുകത്തിൽ നിന്നും മാംസം തെറിച്ചു പോകുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ എന്തുകൊണ്ടും യേശുവിന്റെ ക്രൂശീകരണം ദൈവത്തിന് സുഗ്രാഹ്യമായ ഏറ്റവും വലിയ പരമയാഗമായി, ഹോമയാഗമായി, ദഹനയാഗമായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണാൻ പറ്റും. പഴയ നിയമത്തിൽ യാഗാർപ്പണത്തിലൂടെ, ആരാധനയുടെ മനുഷ്യർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കാൾ അത്യുത്തമമായ ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് കയറി വരാൻ യേശുവിന്റെ ക്രൂശീകരണം സകല മർത്യർക്കും ഇന്നും സഹായകരമായിരിക്കുന്നു. അതാണ് യാഗപീഠവും യാഗവും ആയി ഒരു സംക്ഷിപ്തമായി ഒരു ചെറിയ സംക്ഷിപ്ത രൂപമായി പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത്. സഹോദരങ്ങളെ, അപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചു, ഇന്ന് നമ്മുടെ ആത്മീക ആരാധനയിൽ പത്രോസ് പറയുന്നു, ആത്മീയ യാഗം കഴിക്കുന്നവരാണെന്ന്. നാം തന്നെയാണ്, നമ്മുടെ സഭ തന്നെയാണ് ദൈവത്തിന് സുഗ്രാഹ്യമായ യാഗപീഠം. നാം ഓരോരുത്തരും തന്നെയാണ് യാഗപീഠത്തിന്മേൽ ഇരുന്ന് കത്തി അമരുന്ന, ദഹനയാഗങ്ങളായി തീരുന്ന, ഹോമയാഗങ്ങളായി തീരുന്ന ദൈവത്തിന് പ്രസാദകരമായ നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒരു യാഗവസ്തുവായി അർപ്പിക്കുന്ന പക്ഷം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കൂടെ നമുക്ക് നൽകിയ സകലവിധ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ഇന്ന് ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് ഇടയായിത്തീരും. എന്നെ ഇന്ന് പകലിൽ പ്രചോദനം നൽകിയത് ആരാധനയുമായിട്ടുള്ള ചില സംഗതികളാണ്. 12-ാം വാക്യം കഴിഞ്ഞ് 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നു, അതത് ദിവസത്തേക്ക് വേണ്ടിയിരുന്നത് പോലെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ശബത്തുകളിലും, ഞാൻ പ്രത്യേകിച്ച് ആ ഭാഗം സൂചിപ്പിച്ചു, അതത് ദിവസത്തേക്ക് വേണ്ടിയിരുന്നത് എന്നതും ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും കഴിച്ചു പോന്നു എന്നെഴുതിയിരിക്കുന്നതും അതത് ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള വാതിൽ കാവൽക്കാരെയും ശുശ്രൂഷകരെയുമാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഡെയിലി ദിനംതോറും ചെയ്യുന്ന അർപ്പണങ്ങൾ ആയി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അതത് ദിവസത്തേക്ക് വേണ്ടിയിരുന്നത് പോലെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ശബത്തുകളിലും. സ്വതന്ത്രം. ഒരു ചോദ്യം സ്വാഭാവികമായി നമ്മുടെ ഇടയിൽ ഉണ്ടാകാം, മോശയുടെ ന്യായപ്രമാണ പ്രകാരം ശബത്തുകളിലും എന്നത് നാം എങ്ങനെ വ്യാഖ്യാനിക്കും, നാം എങ്ങനെ അറിയുന്നു? പുതിയ നിയമ വെളിച്ചത്തിൽ മോശയുടെ ന്യായപ്രമാണ പ്രകാരം എന്നത് ക്രിസ്തുവിന്റെ കൃപയുടെ പ്രമാണപ്രകാരം എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. ശബത്തുകളിലും എന്ന് പറയുന്നത് ആരാധനാ ദിവസങ്ങളിലും എന്നാണ് അർത്ഥം. സാധാരണ ഒരു കൂട്ടം ആളുകൾ ശബത്താചരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇത്രമേൽ ശബത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകത്തെ ലംഘിച്ചുകൊണ്ട് ഞായറാഴ്ച നിങ്ങൾ എന്തുകൊണ്ട് ആരാധിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, അവർ ആക്ഷേപിക്കുമ്പോൾ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഇത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്റെ ഭരണകാലത്ത് ഞായർ ആരാധന കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട്. 2, ഞായർ ആരാധന എന്ന് പറയുന്നത് ഞായർ എന്നത് സൂര്യനാണ്, സൂര്യ നമസ്കാരമാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ വേദപുസ്തകം പരിശോധിച്ചാൽ അപ്പോസ്തല പ്രവൃത്തിക പുസ്തകം 20-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം ഒന്ന് ഉറക്കെ വായിച്ചു തരൂ. The book of Acts chapter 20 verse 7. വേഗത്തിൽ ഒന്ന് വായിച്ചു തരൂ ആരെങ്കിലും എടുക്കുന്നവർ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് പാതിരാവ് വരെ സംസാരിച്ചു കൊണ്ടിരുന്നു. സഹോദരം, ഈ ഭാഗം ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. അവിടെ പറയുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നു. സാധാരണ ക്രിസ്ത്യാനികൾ ആരാധനയ്ക്ക് കൂടുന്ന ഏത് ദിവസങ്ങളിലും അപ്പം നുറുക്കൽ പ്രാധാന്യം അറിയിക്കുന്ന സംഗതിയാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ യേശു ഉയർത്തെഴുന്നേറ്റ നാൾ മുതൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ഞായറാഴ്ച പ്രഭാതത്തിൽ
മഗ്ദലക്കാരത്തി മറിയ യേശുവിന്റെ കല്ലറ കാണുവാൻ ഓടിച്ചെന്ന നാൾ മുതൽ ഉയർപ്പിൻ ദിവസം എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ ആരാധിച്ചു വന്നിരുന്നു. പക്ഷേ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം വരെ ഒരു 4 നൂറ്റാണ്ടുകൾ ക്രിസ്ത്യാനികൾക്ക് ആരാധിക്കാൻ അവസരം കൊടുക്കുകയോ സമയം കൊടുക്കുകയോ സ്ഥലം കൊടുക്കുകയോ ചെയ്തിരുന്നില്ല. ഏതെങ്കിലും സമയത്തോ സ്ഥലത്തോ അവർ കൂടി വന്നാൽ അവരെ ഉപദ്രവിക്കുമായിരുന്നു. റോമൻ ചക്രവർത്തിമാരുടെ നിയമപ്രകാരവും യഹൂദ പരീക്ഷകളാകുന്ന ആളുകളുടെ ഒത്താശ പ്രകാരം ക്രിസ്ത്യാനികളെ 4 നൂറ്റാണ്ട് കാലത്തോളം മൃഗീയമായി പീഡിപ്പിച്ചിരുന്നു. അക്കാലത്തും അവർ ഞായറാഴ്ച ദൈവത്തിന്റെ സന്നിധിയിൽ കൂടി വന്ന് ആരാധന കഴിച്ചു പോന്നു എന്നതിന്റെ തെളിവാണത്. അങ്ങനെ ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്ന ജനം, അനുവാദമില്ലാതെ നിന്ന ജനം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് തന്റെ മതം മാറ്റും. കാരണം ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച സ്വാതന്ത്ര്യം കൊടുത്തു. ആ സ്വാതന്ത്ര്യം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ആശയമല്ല, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അഭിലാഷമല്ല. പ്രസ്തുത 4 നൂറ്റാണ്ടുകൾ ദൈവത്തിന്റെ മക്കൾ അവിടെ ഇടവുകളിലായി ഞായറാഴ്ച തോറും കൂടി വന്നതിന് എതിർത്തുകൊണ്ടിരുന്ന സമൂഹത്തിന്റെ മധ്യത്തിൽ ഒരു സ്വാതന്ത്ര്യ വിളംബരം കൊടുത്തു എന്നുള്ളതാണ്. അനേക സഭാപിതാക്കന്മാർ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അടുക്കൽ ചെന്ന് ഞങ്ങൾക്ക് ആരാധന ദിവസം സ്ഥിരപ്പെടുത്തി തരണം, ഞങ്ങൾ ആരാധിച്ചു വരുന്ന ഉയർപ്പിൻ ദിവസം ഞങ്ങൾക്ക് അനുവാദം തരണം എന്നുള്ള അപേക്ഷയിൽ പ്രകാരമാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഞായറാഴ്ച അനുവദിച്ചു കൊടുക്കുന്നത്. അല്ലാതെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഒരു സംഗതിയല്ല ഞായറാഴ്ച ആരാധന. 2, ഞായറാഴ്ച ആരാധകർ സൂര്യ നമസ്കാരികൾ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ആരാധിക്കുന്നവരെ സംബന്ധിച്ചോളം തിരിച്ചു പറയേണ്ടി വരും. ശനി എന്ന ഗ്രഹത്തെ ആരാധിക്കുന്നവർ എന്ന് പറയേണ്ടി വരും. ഞായറാഴ്ച ദിവസം ആരാധിക്കുന്നത് സൂര്യ നമസ്കാരമെങ്കിൽ ശനിയാഴ്ചയുടെ നമസ്കാരത്തെ ശനി എന്ന ഗ്രഹാരാധനയായിട്ട് മാറും. ഇത്ര പോലും തിരിഞ്ഞു ചിന്തിക്കാൻ മനസാക്ഷിയില്ലാത്ത മനുഷ്യരാണ് നമ്മെ ആക്ഷേപിക്കുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കണം. അല്ല, നമ്മൾ ഇനി ഒരു തിങ്കളാഴ്ച ദിവസം എടുത്തു നോക്കൂ. തിങ്കൾ എന്ന് പറഞ്ഞത് ചന്ദ്രനല്ലേ? തിങ്കളാഴ്ച ആരാധിച്ചുകൂടെ? തിങ്കളാഴ്ച ആരാധിച്ചു എന്നതുകൊണ്ട് ചന്ദ്ര ആരാധകരായി മാറുമോ? കേവലം മൗഢ്യമായ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ആവശ്യമില്ലാത്ത സംഗതി എന്ന് നിങ്ങൾ അവരോട് പറയണം. ഇവിടെ പറയുന്നു, ആലയം വയ്ക്കുന്നതിന് മുമ്പേ 1000 യാഗാർപ്പണങ്ങൾ നടത്തി ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉത്സവ ദിനാരാധനയെ കുറിച്ച് ഇസ്രായേൽ ചരിത്രത്തിൽ നിന്നും എടുത്തെഴുതിയിരിക്കുന്നതായ ഒരു ഭാഗമാണ്. സഹോദരങ്ങളെ, പുതിയ നിയമത്തിലുള്ള സകല ആരാധനാ സമ്പ്രദായങ്ങളും എല്ലാ പ്രമാണങ്ങളും പഴയ നിയമത്തിൽ നിഴലായി തന്നിരിക്കുന്നു. പഴയ നിയമത്തിൽ മതപരമായ ആരാധന നമ്മൾ കാണുന്നു. മതപരമായ ആരാധന ഇന്ന് സമൂഹത്തിൽ കാണുന്ന ആത്മാവിലും സത്യത്തിലും അല്ലാത്ത സകല ആരാധനകളും വേദപുസ്തകം പറയുന്നത് മതപരമായ ആരാധനയാണ്. അത് പഴയ നിയമം എന്ന നിഴലിന്റെ ഭാഗമാണ്. ആരാധിച്ചാലും മതപരമല്ലാത്ത ഒരു ആരാധനയുണ്ട്, പരിശുദ്ധി ആത്മാവിലുള്ള ആരാധന. യേശുവിനോട് ചോദിച്ചു, എങ്ങനെ ആരാധിക്കണം? ആ മലയിൽ ആരാധിക്കണമോ? ഈ മലയിൽ ആരാധിക്കണമോ? ബഥേൽ ആരാധിക്കണമോ? ഗെരിസീമിൽ ആരാധിക്കണമോ? അതോ യെരൂശലേമിൽ ആരാധിക്കണമോ? നമ്മൾ ചിലർ ചോദിക്കും, മക്കയിൽ ആരാധിക്കണമോ? മദീനയിൽ ആരാധിക്കണമോ? വേളാങ്കണ്ണിയിൽ ആരാധിക്കണമോ? വെട്ടുകാട് ആരാധിക്കണമോ? പലവിധ ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. യേശു മറുപടി പറഞ്ഞു, ആ മലയിലുമല്ല, ഈ മലയിലുമല്ല, ആ പട്ടണത്തിലുമല്ല, ആ തെരുവിലുമല്ല, സത്യത്തിലും ആത്മാവിലും സത്യദൈവത്തെ ആരാധിക്കുന്ന നാഴിക വരുന്നു. ഹല്ലേലൂയ. മതപരമായ ആരാധനയല്ല ക്രൈസ്തവ ആരാധന. ക്രൈസ്തവ ആരാധന ആത്മാവിലുള്ള ആരാധനയാണ്. ആത്മാവിലുള്ള ആരാധന അല്ലാതെ ക്രൈസ്തവർ എവിടെയെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് കേവലം മതപരമായ ആരാധനയാണ്. അത് നിന്നുപോയി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹമില്ല. അതിലൂടെ മത
മതപരമായ ആരാധനയിലൂടെ ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രാപിക്കാൻ പറ്റില്ല. മതപരമായ ആരാധനയിലൂടെ ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ പറ്റില്ല. ദൈവത്തിൽ നിന്ന് ആത്മരക്ഷ പ്രാപിക്കാൻ പറ്റില്ല. ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാൻ പറ്റൂല. ദൈവത്തിൽ നിന്ന് സമാധാനം പ്രാപിക്കാൻ പറ്റില്ല. ആത്മാവിന്റെ ആരാധനയിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ എന്നാണ് നാം വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2, അന്നുണ്ടായിരുന്ന ആരാധന അക്ഷരിക ആരാധനയായിരുന്നു. പക്ഷെ ഇന്നത്തെ ക്രൈസ്തവ ആരാധന എന്ന് പറയുന്നത് സ്പിരിച്വൽ വർഷിപ്പ്, ആത്മീക ആരാധനയാണ്. ഇന്ന് എന്നെ കേൾക്കുന്നവരെ നമ്മൾ ഓൺലൈനിൽ വരാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒരു അക്ഷരിക ആരാധന എന്ന് ചിന്തിക്കരുത്. സ്പിരിച്വൽ വർഷിപ്പ്. ഇങ്ങനെ പറ, ഞാൻ ഒരു ആത്മീക ആരാധനയുടെ ഭാഗമായി തീർന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിന് സത്യത്തിലും ആരാധിപ്പാൻ എൻ്റെ കണ്ണുകളെ തുറന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പഴയ നിയമ ആരാധന, പഴയ മതപരമായ കാര്യങ്ങളെല്ലാം തന്നെ ആചാരത്തിലും കർമാനുഷ്ഠാനങ്ങളിലും അധിഷ്ഠിതമായിരുന്നു. പക്ഷേ പുതിയ നിയമ ആരാധന, ക്രൈസ്തവ ആരാധന അങ്ങനെയല്ല. ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലാണ് ആരാധിക്കുന്നത്. ആചാരത്തിനും കർമ്മങ്ങൾക്കും ഒന്നും ഇതിനകത്ത് പ്രചാരം ലഭിക്കുന്നില്ല. ക്രിസ്തു ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഇസ്രായേലികൾ ഉത്സവ ആരാധനകൾ നടത്തുമ്പോൾ അതിലവർ സന്തോഷിച്ചിരുന്നു. കാരണം ധാരാളം അനുഗ്രഹങ്ങൾ അക്കാലത്ത് അതുവഴി ദൈവം അവർക്ക് നൽകിയിരുന്നു. ദൈവം കൽപ്പിച്ചു കൊടുത്ത പ്രമാണങ്ങളായിരുന്നു. നിങ്ങൾ കൂടാര പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, പെന്തിക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, വാരോത്സവം നിങ്ങൾ നടത്തുമ്പോൾ, അമാവാസികളിലും പൗർണമാസികളിലും ശബത്തുകളിലും നിങ്ങൾ ഇടതടവില്ലാതെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ രാജ്യത്തിന് സമാധാനം വരുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ആശ്വാസവും അനുഗ്രഹവും വരുന്നു. ധാരാളം അനുഗ്രഹങ്ങൾ അവർ അനുഭവിച്ചിരുന്നു. പക്ഷേ പുതിയ നിയമത്തിലൂടെ ആത്മീയ ആരാധന നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, പഴയ നിയമത്തിലൂടെ അവരാരാധിച്ചപ്പോൾ ലഭിച്ച അനുഗ്രഹങ്ങളെക്കാൾ, സന്തോഷങ്ങളെക്കാൾ, ആത്മനിർഭരനേക്കാൾ, ദൈവത്തെ സംബന്ധിച്ചുള്ള അറിവിനേക്കാൾ അത്യന്തം വരെ നന്മകളും അനുഗ്രഹങ്ങളും ആത്മാവിന്റെ ആരാധനയിലൂടെ യേശു ക്രിസ്തുവിൽ നിന്നും എനിക്കും നിങ്ങൾക്കും ഇന്നും എന്നും എന്നേക്കും പ്രാപിക്കാൻ കഴിയും എന്നുള്ളതാണ്. ക്രിസ്തുവിൽ കൂടെയുള്ള സന്തോഷം. അതാണ് നാം അല്പനേരത്തെ കേട്ടതും. അത് ആർക്കും എടുത്തു കളയാൻ കഴിയുന്നതല്ല. സമ്മർദ്ദങ്ങൾ കൊണ്ട് ക്രിസ്തുവിലുള്ള സന്തോഷം പോവില്ല. കഷ്ടത കൊണ്ട്, പട്ടിണി കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, മരണം കൊണ്ട്, ശാരീരിക ക്ഷീണം കൊണ്ട്, വെല്ലുവിളികൾ കൊണ്ട്, യുദ്ധഭീഷണികൾ കൊണ്ട്, എന്ത് അനിശ്ചിതാവസ്ഥ, സങ്കീർണത വന്നാലും ക്രിസ്തുയേശുവിലുള്ള സന്തോഷത്തെ കെടുത്തിക്കളയാൻ കഴിയില്ല. അത് ആരാധനയിൽ നിന്ന് ഊറി വന്ന ദൈവിക തേജസ്സാണ്, ദൈവിക ശക്തിയാണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. അക്കാലത്ത് ആരാധിക്കണമെങ്കിൽ ആളുകൾക്ക് യെരൂശലേമിൽ പോകണം. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഇസ്രായേൽ ഗാസ യുദ്ധമൊക്കെ നമുക്കറിയാമല്ലോ. ആലയം തിരിച്ചു പിടിക്കാനുള്ള വലിയ ആഗ്രഹത്തിലാണ് അവർ മുൻപന്തിയിൽ നിൽക്കുന്നത്. 1948 രാജ്യം ഇസ്രായേൽ എന്ന നിലയിൽ അവർക്ക് കിട്ടിയെങ്കിലും യോർദാനും പാലസ്തീനും അധിനിവേശ ശക്തികളായി പാലസ്തീൻ ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. 1968 യോർദാന്റെ സമ്മർദ്ദങ്ങൾ ഇസ്രായേൽ തോൽപ്പിച്ച് യെരൂശലേമും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ അവർ പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അത് മറ്റൊന്നുമല്ല, അതിനകത്തൊരു പ്രത്യേക സംഭവമുണ്ട്. ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടായതിൻ്റെ സന്തോഷം ആഘോഷിക്കുന്ന ദിനം അറബികൾ, പാലസ്തീനികൾ മനസ്സിലാക്കി. അൽ അലക്സ എന്ന് പറയുന്ന മോസ്കിനകത്ത് ദമസ്കസ് ഗേറ്റിന്റെ തൊട്ടരികിൽ സന്തോഷത്തിമിർപ്പിൽ യഹൂദന്മാർ അവരുടെ രാഷ്ട്രത്തിന്റെ പിറവി ആഘോഷിക്കാൻ വേണ്ടി വരുന്ന സമയം അവരെ കല്ലെറിഞ്ഞ് ഓടിക്കേണ്ടതിന് കല്ല് പറക്കി കൂട്ടിയിട്ടിരുന്നു എന്നാണ് പറയുന്നത്.
ഇത് ഇന്റലിജൻസ് വിഭാഗം മനസ്സിലാക്കിയിട്ട് ഒരു നിരോധനാജ്ഞ യഹൂദന്മാരുടെ നിയന്ത്രണത്തിൽപ്പെട്ട യെരുശലേമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ അവർ കൊണ്ടുവന്നു. ഇസ്രായേൽ പോലീസ് അതിനെ വളരെ ശക്തമായി കാര്യമായിട്ട് എടുക്കുകയും കൂട്ടം കൂടുന്നതിനെതിരെ അവർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ പിന്നിൽ പ്രതിഷേധവുമായി വന്ന ആളുകളാണ് ധാരാളം സംഘർഷങ്ങൾ ഉണ്ടാക്കിയത്. യെരുശലേമും ചുറ്റുപാടും ഒക്കെ വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെതാണ്. 1968 മുതൽ ഐക്യരാഷ്ട്ര സംഘടന പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ഒരു ഇന്റർനാഷണൽ പ്ലേസായി സൂക്ഷിക്കണമെന്ന തത്വം മുന്നോട്ട് വച്ചതുകൊണ്ട് മാത്രം അവർ പിന്തിരിഞ്ഞു മാറി പാലസ്തീനികൾക്ക് കൂടെ അനുവാദം കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ നിയന്ത്രണം ഇസ്രായേലിൻ്റെതാണ്. അതുകൊണ്ടാണ് നിരോധനാജ്ഞ അവർ പുറപ്പെടുവിച്ചത്. അവരുടെ ഉള്ളിലിരിക്കുന്ന ഏറ്റവും വലിയ ആകാംക്ഷ മറ്റൊന്നുമല്ല, യെരുശലേം പിടിക്കണം, ദേവാലയം പണിയണം. യഹൂദന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ആരാധന അക്ഷരിക ആരാധനയാണ്, മതപരമായ ആരാധനയാണ്. അതിനകത്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവ ആരാധനകളുമുണ്ട്. അതിനായി അവർ വെമ്പൽ കൊള്ളുന്നു. ആലയം പണിയാൻ അവർ ഒരുങ്ങിയിരിക്കുന്നു. ഡൂം ഓഫ് റോക്ക് എന്ന മോസ്കും അൽ-അക്സ എന്ന് പറയുന്ന മോസ്കും മുമ്പ് അവർക്കുണ്ടായിരുന്ന യെരുശലേം ദേവാലയത്തിനകത്ത് പണിതിരിക്കുന്ന മോസ്കുകളാണ്. ഇവ എത്രയും പെട്ടെന്ന് ഇടിച്ചു കളഞ്ഞ് വിലാപം അതിനടുത്ത് ശലോമോൻ ഉണ്ടാക്കിയ ദേവാലയം പണിത് ആരാധിക്കാനുള്ള വ്യഗ്രതയിലാണ് അവരായിരിക്കുന്നത്. അവരാൽ ഒരു കാര്യം യുദ്ധം മുന്നോട്ട് വയ്ക്കാതെ യുദ്ധം നേരിട്ട് ആ സ്ഥലം പരമനിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിൽ ഹമാസ് ഭീകരവാദികൾക്കെതിരെ അവർ വ്യാമാക്രമണം നടത്തുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യെരുശലേം അവരുടെ ആരാധനാ സ്ഥലമാണ്. ഒരു പ്രത്യേക സ്ഥലം അവർ ചുറ്റിപ്പറ്റി അവരുടെ മനസ്സിൽ സ്ഥായിയായി ഇരിക്കുന്നു. യഹോവയായ ദൈവം അപ്രകാരം അവർക്ക് നൽകപ്പെട്ടതായും നമുക്ക് മനസ്സിലാക്കാനാൻ പറ്റും. യെരുശലേം ഒരിക്കലും അറബികളുടേതല്ല. യെരുശലേം വാസ്തവത്തിൽ കനാന്യരുടേതാണ്, പാലസ്തീനികളുടേതുമല്ല. കാരണം പാലസ്തീനികൾ എന്ന് പറയുന്നത് മിസ്രൈമിന്റെ മക്കളാണ്. നമ്മള് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം പഠിച്ചാൽ മതി. മിസ്രൈം എന്നത് ഹാമിന്റെ പുത്രനാണ്. മിസ്രൈമിന്റെ കുടുംബത്തിനകത്താണ് പാലസ്തീൻ വരുന്നത്. ഫെലിസ്തീയ ആ കുടുംബം വരുന്നത്. ആ ഫെലിസ്തീനയുടെ ദേശം എന്ന് പറഞ്ഞ യെരുശലേമേ അല്ല. ഫെലിസ്തീനയുടെ ദേശം എന്ന് പറയുന്നത് ഗാസ മുതൽ മിസ്രൈം അതിർത്തി വരെയുള്ള സ്ഥലമാണ്. യെരുശലേം എന്ന് പറയുന്നത് കനാന്യരുടെ സ്ഥലമാണ്. കനാന്യർ എന്ന് പറയുന്നതും ഈ പുരാതന വംശങ്ങളിൽ പെട്ടുകിടക്കുന്ന ഒരു കുടുംബമാണ്. ഈ ഭാഗത്തേക്ക് അബ്രഹാം ദൈവവിളി കേട്ട് കടന്നു വരുന്നു. ഒരു സ്ഥലം നിനക്ക് വേണ്ടി എടുത്തു കൊടുക്കാമെന്ന് ദൈവം പറയുന്നു. യെരുശലേം എന്നല്ല പറഞ്ഞത്, കാണിപ്പാനിരിക്കുന്ന ദേശം എന്നാണ് പറഞ്ഞത്. അവൻ കനാന്യരുടെ ഇടത്തിലെത്തി. കനാന്യരെ നശിപ്പിക്കാനല്ല അബ്രഹാം കുടുംബം തയ്യാറായത്, അവരുടെ ഇടയിൽ പാർത്തു സമാധാനത്തോടെ. പക്ഷെ പിൽക്കാലത്ത് കനാന്യർ അബ്രഹാമിനെ കുടുംബത്തെ അവിടെ നീക്കിക്കളയാൻ, അബ്രഹാമിന്റെ സന്തതികളെ ഉന്മൂലനാശനം ചെയ്യാൻ, മക്കയിൽ നിന്നും മദീനയിൽ നിന്നും യഹൂദ കുടുംബങ്ങളെ ഉന്മൂലനാശനം ചെയ്ത പോലെ, ഈ അടുത്ത കാലത്ത് സിറിയയിൽ നിന്നും ക്രിസ്ത്യാനികളെ തുടച്ചു മാറ്റിയതുപോലെ, നൈജീരിയയിൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെ അരിക്കൊല ചെയ്യുന്നത് പോലെ അബ്രഹാമിന്റെ കുടുംബങ്ങളെ, സന്തതികളെ കനാന്യരെ അരിക്കൊല ചെയ്യാൻ വന്നപ്പോ അബ്രഹാമിന്റെ കുടുംബങ്ങൾ, സന്താനങ്ങൾ എഴുന്നേറ്റ് കനാന്യരെ തുരത്തി ആ ദേശം കൈയടക്കുകയാണ് ചെയ്തത്. അന്നു മുതൽ യെരുശലേമും പരിസരവും ഇസ്രായേലിൻ്റെതാണ്. ഇതെല്ലാവർക്കും അറിയാം. വളരെ വ്യക്തതയുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് AD 70 തുർക്കികൾ യെരുശലേം ആക്രമിക്കുമ്പോൾ ആളുകളെയൊക്കെ കൊല്ലുകയും ദേവാലയം തീവച്ച് നശിപ്പിക്കുകയും ആനയെ രഥത്തിൽ വച്ച് ഉഴുത് ആനയെ
24-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യെരൂശലേം നശിപ്പിക്കപ്പെടുമെന്ന്, കല്ലിന്മേൽ ശേഷിക്കാതെ ഇളകിപ്പോകുമെന്നും യേശു പ്രവചിച്ച വചനം AD 70 നിറവേറുന്നു. ആലയം പൂർണ്ണമായും നശിക്കപ്പെട്ടു. ആളുകൾ അരിങ്കൊല ചെയ്യപ്പെട്ടു. ആ സമയത്ത് ശേഷിച്ച കുറച്ച് സ്ത്രീകൾ മാത്രം. ആ സ്ത്രീകൾ അടുത്തുള്ള അയൽ രാജ്യങ്ങളിലുള്ളവർ കടന്നു വന്ന് അവരുമായി പാർക്കുകയും, പാഗൻസ് ജാതികൾ വന്ന് പാർക്കുകയും ഒരു പ്രത്യേക സമൂഹമായി അവർ വളരുകയും ചെയ്തു. അങ്ങനെ യെരൂശലേമിന് ചുറ്റും ഒരു ചെറിയ സമൂഹമുണ്ടായി, അവശേഷിച്ച ജനം. ഈ അവശേഷിച്ച ജനം യഹോവയായ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വിലാപം അതിനകത്ത് അടുത്തു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക പതിവായിരുന്നു. ഈ സമയത്താണ് 7-ാം നൂറ്റാണ്ടിലെ മുഹമ്മദീൻസിന്റെ ആക്രമണം വരുന്നത്. അവിടുന്ന് ഉമ്മർ യെരൂശലേമിലേക്ക് കടന്നു വരികയും അവിടെ വിലാപം അതിന്റെ തൊട്ടടുത്ത് യെരൂശലേമിന്റെ അടുത്ത് അവശിഷ്ടത്തിന്റെ നടുവിൽ ഒരു ചെറിയ ഷെഡ് കെട്ടി അള്ളെ ആരാധിക്കാനുള്ള അവസരം കൊടുക്കുകയും അള്ളെ ആരാധിക്കാത്തവരെ കൊല്ലുകയും ചെയ്ത ചരിത്രം ലോകചരിത്രത്തിൽ കാണും. ആ ചെറിയ ഷെഡാണ് പിൽക്കാലത്ത് പൊളിച്ചു മാറ്റി അൽ അലക്സ എന്നറിയപ്പെടുന്ന മോസ്ക് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ചരിത്രം. ആ ഭാഗം പോട്ടെ. എന്തുകൊണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യെരൂശലേം ആരാധനാ കേന്ദ്രമാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആരാധനാ സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയാണ്. എഫെസോസിൽ കൂടി വന്ന ജനമാണ്. സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, തെസ്സലോനിക്ക, റോം, ഗലാത്യ മുതലായ സ്ഥലങ്ങളിൽ കടന്നു വന്ന ജനമാണ്. ജനം അവിടെ കടന്നു വന്നതുകൊണ്ട് ആ സ്ഥലത്തിന് പ്രാധാന്യമുണ്ടായി. ഹല്ലേലൂയ. സ്ഥലമില്ലെങ്കിൽ ജനമില്ല, ജനമില്ലെങ്കിൽ സ്ഥലമില്ല, സ്ഥലത്തിന്റെ ആവശ്യമില്ല. ഇതാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും യെരൂശലേമിലേക്ക് പോയിരുന്നു ആരാധനയ്ക്ക്. പുതിയ നിയമത്തിൽ ആരാധന ദിവസത്തെ അലക്ഷ്യമായി വിചാരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്നും ആരാധന ദിവസത്തിൽ എല്ലാവരും ആരാധനയിൽ പങ്കെടുക്കണമെന്നും പോകണമെന്നും വചനം നിഷ്കർഷിക്കുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് എല്ലാവരും യെരൂശലേമിലേക്ക് ചെല്ലണം, അല്ലെങ്കിൽ എല്ലാവരും ദൈവസഭയിൽ ചെല്ലണം എന്ന് പറയുന്നതിന് കാരണം ദൈവസഭയ്ക്ക് പുറത്ത് ക്രിസ്തുവില്ല. ക്രിസ്തു ഉള്ളിടത്ത് രക്ഷയുണ്ട്. അതുകൊണ്ടാണ്. 2, എല്ലാവരും ഒരു സ്ഥലത്ത് ചെല്ലാൻ നിഷ്കർഷിച്ചത് ജനത്തിൻ്റെ ഇടയിൽ ഒരു മനസ്സും ഒരു ശരീരവും ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ആരാധന എവിടെ വെളിപ്പെടുമോ അവിടെ ഒരു മനസ്സുണ്ടാകും. ആരാധന എവിടെ വെളിപ്പെടുമോ അവിടെ കൃത്യമായി എല്ലാവരും ഒരു ശരീരമായി തീരും. അതുകൊണ്ടാണല്ലോ നാം അപ്പം നുറുക്കൽ നടത്തുമ്പോൾ പലരായ നാം ക്രിസ്തുവിൽ ഏക ശരീരം എന്ന് പറയുന്നത്. ദൈവം നാം എല്ലാവരും ഏക ശരീരമായിരിക്കണമെന്നും നാം എല്ലാവരും ഏകാഗ്രമായി ഏക മനസ്സുള്ളവരായിരിക്കണമെന്നും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അവർ പ്രത്യേക വിഭാഗങ്ങളായി മാറ്റപ്പെട്ടിരുന്നു. യെരൂശലേമിലേക്ക് അവർ എത്തിച്ചേർന്നുവെങ്കിലും 1800-ന്റെ അവസാനങ്ങളിൽ ബ്രിട്ടീഷ് റൂളിന്റെ കാലത്ത് യെരൂശലേമിലേക്ക് സ്ഥലങ്ങൾ വാങ്ങിച്ച യഹൂദന്മാർ നാനാഭാഗത്തു നിന്ന് വന്നു. 48-ൽ അവർക്ക് രാഷ്ട്രം സ്വതന്ത്രമായി കിട്ടി. പക്ഷേ ഇന്ന് വരെ അവർ അവിടെ കുടിയേറ്റങ്ങൾ നടക്കുന്നെങ്കിലും ഇസ്രായേലുകൾ പലരായി വിഭജിക്കപ്പെട്ടിരുന്നു. ഇസ്രായേലിൽ ഒരു കൂട്ടം ആളുകൾ സെക്കുലർ ആളുകളാണ്, ദൈവത്തിനൊന്നും വലിയ വിശ്വാസമില്ല. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ജൂഡായിസ്റ്റിക് പീപ്പിളാണ്, യഹൂദ മതക്കാരാണ്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ക്രൈസ്തവരാണ്. യഹൂദന്മാരുടെ ഇടയിൽ ധാരാളം ക്രൈസ്തവരുണ്ട്. ഇങ്ങനെ നിരീശ്വരവാദികളും മതേതരവാദികളും യഹൂദ ചിന്തകരും ക്രൈസ്തവരുമായി വിഭജിക്കപ്പെട്ടിരുന്ന ആളുകളാണ് യഹൂദന്മാർ. പക്ഷേ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്. സഹോദരം, ഹമാസിന്റെ ആക്രമണത്തിൽ 1000 റോക്കറ്റുകൾ ഞങ്ങളുടെ വീട്ടിന്റെ പരിസരത്ത് വന്നു വീണപ്പം
യഹൂദാ ജനം ഒന്നാക്കപ്പെട്ടു. ഒരു മനസ്സായി ഒരു ശരീരമായി തീരാൻ ഞങ്ങൾക്ക് പ്രചോദനം കിട്ടി എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നും കൊണ്ടല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ആരാധന എവിടെ ഉണ്ടോ അവിടെ ഒരു മനസ്സ് വരും. ആരാധന എവിടെ വെളിപ്പെടുമോ അവിടെ പലരായ നാം ഒരു ശരീരമായി മാറും. പക്ഷേ ആരാധന നഷ്ടപ്പെട്ട ഇസ്രായേലികളുടെ ഇടയിൽ റോക്കറ്റുകൾ കടന്നു വന്നതുപോലെ ഒരു മനസ്സാക്കി തീർക്കാൻ, ഒരു ശരീരമാക്കി തീർക്കാൻ ദൈവം മനുഷ്യ. ഹല്ലേലൂയ. ഞാനോ നിങ്ങളോ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ ഐക്യത പ്രാപിച്ചെടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആരാധിച്ച് സന്തോഷം പ്രാപിച്ച് ഏക മനസ്സും ഏക ശരീരമുള്ളവരായി തീരുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, യെരുശലേമിലേക്ക് ചെല്ലുക അല്ലെങ്കിൽ എല്ലാവരും സഭയിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് കൂട്ടായ്മയെ കാണിക്കുന്ന ഒരു കാര്യമാണ്. വേദപുസ്തകാശയത്തിൽ കൂട്ടായ്മയെ അലക്ഷ്യമായി വിചാരിക്കരുതെന്നും കൂട്ടായ്മയിൽ വേരൂന്നി വളരണം എന്നും തിരുവെടുത്ത് പറയുന്നു. കൂട്ടായ്മ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവനിൽ വസിപ്പാനുമായി ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടം ആളുകളാണ്. എപ്പോഴും കൂടെ ഉള്ളവരെയാണ് കൂട്ടായ്മ കൂടുന്നവരെന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ മനസ്സിലായി കാണുമായിരിക്കും. എപ്പോഴും കൂടെ ഉള്ളവരുടെ കൂട്ടമാണ് കൂട്ടായ്മ. പക്ഷം തിരിഞ്ഞു നിൽക്കുന്നവരുടെ കൂട്ടമല്ല കൂട്ടായ്മ. ഭിന്നതയോ വിഭാഗീയതയോ ഉള്ളവരുടെ കൂട്ടമല്ല കൂട്ടായ്മ. കൂട്ടായ്മ എന്ന് പറയുന്നത് എപ്പോഴും കൂടെ ഉള്ളവരുടെ കൂട്ടമാണ്. ഹല്ലേലൂയ. Christ has a fellowship with us. Our Father and the Holy Spirit have fellowship with us. എന്തുകൊണ്ടെന്ന് അറിയാമോ? He is always with us. പിതാപുത്ര പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് കൂടെ എപ്പോഴും വസിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. എപ്പോഴും കൂടെ ഉള്ളവരുടെ കൂട്ടമാണ് കൂട്ടായ്മ. ഞാൻ ആഗ്രഹിക്കുന്നു സിറ്റി ചർച്ചിന്റെ ഒരു കൂട്ടായ്മ, സിറ്റി ചർച്ചിന്റെ കൂട്ടായ്മ ബന്ധം വർദ്ധിക്കണം. ഹല്ലേലൂയ. നിങ്ങളിൽ എത്ര പേര് ഞാനിത് പറയുമ്പോൾ നമുക്ക് കൂട്ടായ്മയിൽ കുറവുണ്ടെന്ന് പറയാൻ മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സ് അറിയുന്നുണ്ടോ? ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, സിറ്റി ചർച്ചിൽ കൂട്ടായ്മയുടെ കുറവുണ്ട്. എല്ലായ്പ്പോഴും ആളുകൾ ശുശ്രൂഷകരോട് കൂടെ നിൽക്കുന്നില്ല. എല്ലായ്പ്പോഴും സഹവിശ്വാസികൾ പരസ്പരം കൂടെ നിൽക്കുന്നില്ല. ശുശ്രൂഷകന്മാർ കൂടെ നിൽക്കുന്നില്ല. വിശ്വാസികൾ കൂടെ നിൽക്കുന്നില്ല. പ്രാർത്ഥനയിൽ കൂടെ നിൽക്കുന്നില്ല. ആരാധനയിൽ കൂടെ നിൽക്കുന്നില്ല. ദൈവത്തിന്റെ വേലയിൽ കൂടെ നിൽക്കുന്നില്ല. കൈത്താങ്ങുന്നതിൽ കൂടെ നിൽക്കുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ന്യൂനത വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെരുശലേമിലെ ആളുകൾ ഒരുമിച്ച് ഫെലോഷിപ്പായി കൂടിയാൽ, ഐക്യതയോടെ കൂടിയാൽ ശത്രുക്കൾ തകരുമായിരുന്നു. 48 ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കുമ്പോൾ പിറ്റേന്ന് വെളുപ്പിന് 20-ൽ പരം രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ചു. അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് വന്നു. പക്ഷെ ഇസ്രായേൽ ഒറ്റക്കെട്ടായി നിന്നു ശത്രുവിനെ ജയിച്ചു. 1968 പ്രധാനമായും 4 രാജ്യങ്ങൾ ഒരുമിച്ച് മുൻപന്തി വന്ന് ആക്രമിച്ചു. സഹോദരം, പക്ഷേ ഇസ്രായേൽ ഒരുമിച്ച് നിന്ന് ജയിച്ചു. 2021 മെയ് മാസത്തിൽ മുസ്ലിം തീവ്രവാദി സുന്നി സംഘടനയായ ഹമാസ് ശക്തമായി 1600 പരം റോക്കറ്റുകൾ ഇസ്രായേലിനെതിരെ വിട്ടു. പക്ഷെ അവർ ഒരു മനസ്സായി നിന്നു. ഇന്നും അവർ പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്നത്, ഫെലോഷിപ്പിൽ ഒരു മനസ്സും ഒരു കൂട്ടായ്മയും ഉണ്ടാകുന്നു. ഒരു ശരീരം ഉണ്ടാകുന്നു. സിറ്റി ചർച്ച് ഒരു മനസ്സായി ഒരു ശരീരത്തോടു കൂടെ നിന്നാൽ അതിനെ കൂട്ടായ്മയുള്ള സഭ എന്ന് പറയും. ഒരു ശത്രുവിനും ഒരിടത്ത് നിന്നും നമ്മുടെ ഒരു കുടുംബങ്ങളെ, ഒരു കുഞ്ഞിനെ, ഒരു വ്യക്തിയെ വേട്ടയാടാൻ
ഏത് മഹാമാരി കാലത്തും നാം ജയിക്കും, നാം വളരും. ഏത് കഷ്ടതയും നമ്മൾ അതിജീവിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നമുക്ക് ഒരു മനസ്സും ഒരു ഹൃദയം തരട്ടെ. നമ്മളെല്ലാം ഒരു ശരീരങ്ങളായി മാറട്ടെ. അതിനുള്ള ഏക വഴി കറതീർന്ന ആരാധനയാണ്. ഹല്ലേലൂയ. ഒരേ സ്ഥലത്ത് പോകുന്നവർക്ക് ഒരേ ഭാഷ ഉണ്ടാകും. ഒരേ സ്ഥലത്ത് പോകുന്നവർക്ക് ഒരേ സംസ്കാരം ഉണ്ടാകും. ഒരേ സ്ഥലത്ത് പോകുന്നവരിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഉറവകൾ പൊട്ടിപ്പുറപ്പെട്ടു വരും. ദൈവസഭയ്ക്കകത്ത് ഈ വിധ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ട്. സിറ്റി ചേർച്ച് അത് കൊടുക്കത്തക്ക നിലയിൽ ദൈവം വളരുമാറാക്കുവാൻ ഇന്ന് പകലിലും നമുക്ക് ദൈവസനയിൽ സമർപ്പിച്ചു കൊടുക്കാം. ആരാധനയിൽ രണ്ട് പ്രധാന സംഗതികളുണ്ട്. ഒന്ന് പേഴ്സണൽ വർഷിപ്പ്, രണ്ട് കോഓപ്പറേറ്റീവ് വർഷിപ്പ്. വ്യക്തിപരമായ ആരാധനയും കൂട്ടത്തോടുകൂടെയുള്ള സമൂഹ ആരാധനയും. വ്യക്തിപരമായ ആരാധന ഉള്ളവർക്ക് സമൂഹ ആരാധന ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ച് ഒരുമിച്ച് കൂടാൻ ഈസിയുമാണ്. പക്ഷെ വ്യക്തിപരമായ ആരാധന ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കോഓപ്പറേറ്റീവ് വർഷിപ്പ് അരോചകമാണ്. ഹല്ലേലൂയ. പേഴ്സണൽ വർഷിപ്പ്, വ്യക്തിപരമായ ആരാധന എന്ന് പറയുന്നത് നമ്മൾ വ്യക്തിപരമായി ദൈവത്തെ ശ്രദ്ധിക്കുന്നതാണ്. Our focus and attention goes to our God personally. വ്യക്തിപരമായി നമ്മുടെ ദൈവത്തെങ്കിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നു. കൂട്ടത്തോടെയുള്ള സമൂഹാരാധന എന്ന് പറയുന്നത് നാം ഒരുമിച്ച് അവന്റെ അടുക്കൽ കടന്നു വന്നിട്ട് നാം ഒരുമിച്ച് ദൈവമുഖം ശ്രദ്ധിക്കുന്നതാണ്. ഹല്ലേലൂയ. വളരെ കാര്യമാണ് ഇക്കാര്യം നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. വ്യക്തിപരമായ ആരാധന നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മനുഷ്യനെ വ്യക്തിപരമായ ആരാധന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അബ്രഹാം വ്യക്തിപരമായി ദൈവത്തെ ആരാധിച്ചിരുന്നു. ഇസ്ഹാക്ക് വ്യക്തിപരമായി ദൈവത്തെ ആരാധിച്ചിരുന്നു. യാക്കോബ് വ്യക്തിപരമായി ദൈവത്തെ ആരാധിച്ചിരുന്നു. ദാവീദ് വ്യക്തിപരമായി ദൈവത്തെ ആരാധിച്ചിരുന്നു. ശലോമോൻ വ്യക്തിപരമായി ദൈവത്തെ ആരാധിച്ചിരുന്നു. മോശ വ്യക്തിപരമായി ദൈവത്തെ ആരാധിച്ചിരുന്നു. ദാവീദിന്റെയും ശലോമോന്റെയും ഒക്കെ സങ്കീർത്തനങ്ങൾ വായിച്ചാൽ നമുക്കറിയാം. അവിടെ ഓരോ കീർത്തനങ്ങളിലും പേഴ്സണൽ വർഷിപ്പ്, വ്യക്തിപരമായ ആരാധന വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കുന്ന ഒരു ദൈവ പൈതലായി മാറണം. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് പകൽ മുതൽ ദൈവഭക്തന്മാരെ പോലെ ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കുന്ന ഒരു സംവിധാനം നമ്മൾ ആരംഭിക്കണം. ഹല്ലേലൂയ. യോഹന്നാനെ പോലെയുള്ള കർത്താവിന്റെ ശ്ലീഹന്മാരിൽ നമ്മൾ ഓർക്കുമ്പോൾ ഈജിപ്ത് കടലിന്റെ ഭിത്തികൾക്കുള്ളിൽ നാട് കടത്തപ്പെട്ടിട്ടും കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയോടെ ആരാധിക്കുന്ന ദൈവപുരുഷനായ യോഹന്നാനെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ക്വാറന്റൈനിലായിരിക്കാം, ഇന്ന് നിങ്ങളുടെ ഏകാന്തതയിലായിരിക്കാം, പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു അവസരത്തിലായിരിക്കാം. ഞാൻ പറയുന്നത് ഡെയിലി പേഴ്സണലി വർഷിപ്പ് അവർ ഗോഡ്. എല്ലാ ദിവസവും വ്യക്തിപരമായി ദൈവത്തെ ആരാധിക്കും. നാളെ ചിലപ്പോൾ കൽത്തുരംഗത്തിനകത്തായിരിക്കാം, കാരാഗ്രഹത്തിലായിരിക്കാം. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് വ്യക്തിപരമായി ആരാധിക്കുന്നു. ഒരു വലിയ വിടുതൽ വ്യാപരിക്കുന്നു. വ്യക്തിപരമായ ആരാധനയിൽ ഭയങ്കര ഡെലിവറൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ കോഓപ്പറേറ്റീവ് വർഷിപ്പ്, സമൂഹാരാധനയ്ക്ക് ആവശ്യമുണ്ടോ? സഹോദരങ്ങളെ, സമൂഹാരാധന വളരെ ആവശ്യമെന്ന് പറയുന്നതാണ് 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും. ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ വലിയ കൂട്ടത്തിൽ മാത്രമല്ല എന്നർത്ഥം. വലിയ കൂട്ടത്തിലും ചെറിയ കൂട്ടത്തിലും ഒരുപോലെ ഞാൻ വരുന്നു എന്നാണ് എൻ്റെ കർത്താവ് ആരംഭിച്ചു ചെയ്തിരിക്കുന്നത്. ഞാൻ ആ ഭാഗം പിന്നീട് പറഞ്ഞു വന്നാം. സ്തോത്രം. ദൈവാത്മാവിനെ ഹേമിക്കുന്ന പക്ഷം നാം വ്യക്തിപരമായ ആരാധനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രഹിക്കത്തക്കവണ്ണം ദൈവവചനം വായിക്കണം വ്യക്തിപരമായി ആരാധിക്കുമ്പോൾ. 2, ശരിക്കും ആത്മാർത്ഥമായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. 3, ഒരു യാഗവസ്തുവിനെ ദൈവത്തെ അർപ്പിക്കുന്ന പോലെ നമ്മെ സ്വയം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. 4, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുന്ന നിമിഷമാണ് വ്യക്തിപരമായ ആരാധന. 5, ഒരു സേവന ഉടമ്പടി
കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്കും ദൈവസഭയുടെ പുരോഗതിക്കും സുവിശേഷത്തിന്റെ വ്യാപ്തിക്കും ദൈവരാജ്യത്തിന്റെ ഒരു താക്കോലായി, ഒരു വാതിലായി ഞാൻ പ്രവർത്തിക്കും എന്നൊരു സേവന മനോഭാവത്തോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ വന്ന് വ്യക്തിപരമായി ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ആരാധന ദൈവത്തിന് സുഗ്രാഹ്യമായി തീരും. വ്യക്തിപരമായ ആരാധന എന്നുമുള്ള ആരാധനയാണ്. ചിലപ്പോൾ കോപ്പറേറ്റീവ് വർഷിപ്പ് എന്ന് പറയുന്നത്, സമൂഹാരാധന എന്ന് പറയുന്നത് നാം അപ്പോസ്തലരുടെ പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ കണ്ടതുപോലെയാണ്. സ്വതന്ത്രം ആഴ്ചവട്ടത്തിന് 1-ാം നാൾ കൂടി വന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോരുന്നു. പക്ഷെ വ്യക്തിപര ആരാധന എന്ന് പറയുന്നത് ദിവസമുള്ള ആരാധനയാണ്. ഈ ദിവസമുള്ള ആരാധന എന്ന് പറയുന്നത് ഒരു ദിവസാരംഭം ദൈവത്തോടുകൂടി ആരംഭിക്കുന്നതാണ് ദിവസാരാധനയുടെ പ്രത്യേകത, വ്യക്തിപരമായ ആരാധനയുടെ പ്രത്യേകത. ആ ദിവസം ആരംഭിക്കുന്നത് ദൈവത്തോടുകൂടി ആരംഭിക്കുന്നു. ദൈവത്തോടുകൂടെ ഒരു പ്രഭാതം ആരംഭിച്ച ആ പ്രഭാതത്തിന്റെ പ്രദോഷം എന്ന് പറയുന്നത്, വൈകുന്നേരം എന്ന് പറയുന്നത് അനുഗ്രഹപൂർണമായിരിക്കും. ഹല്ലേലൂയ, അനുഗ്രഹപൂർണമായിരിക്കും. അതുകൊണ്ട് ഡെയിലിയുള്ള ആരാധന എന്ന് പറയുന്നത് ദിവസാരംഭം ദൈവത്തോടുകൂടി ആരംഭിക്കുന്ന ആരാധനയാണ്, വ്യക്തിപരമായ ആരാധന. വ്യക്തിപരമായ ആരാധനയിൽ നാം നന്ദി പറയാൻ വേണ്ടി ചില സമയങ്ങൾ വേർതിരിക്കുക. വ്യക്തിപരമായ ആരാധനയിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളെ, അതിൻ്റെ വൈഭവം കണ്ട് ദൈവത്തെ പ്രകീർത്തിക്കുക. അമേരിക്കയിലെ ഒരു റിസർച്ച് കേന്ദ്രം ഇങ്ങനെയാണ് പറയുന്നത്, ഗവേഷണ കേന്ദ്രം പറയുന്നത് ഇങ്ങനെയാണ്: പ്രകൃതിയെ ധ്യാനിച്ച ഉയർന്ന സന്തോഷവും താഴ്ന്ന ഉത്കണ്ഠയും പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ പരിപാലിക്കാനുള്ള ശേഷിയും ഉണ്ടാകുമെന്നാണ്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചും മനുഷ്യൻ മനനം ചെയ്യുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ശക്തി അവനിലേക്ക് തേജസ്സായി വ്യാപരിക്കുന്നത് കൊണ്ട്, ഈ പ്രകൃതിയുടെ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ മനനം ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാകും. സന്തോഷം വളരെ കുറഞ്ഞ ആളുകൾ ഒരു നദീതീരത്തോ ഒരു കാനനത്തിലോ ഫോറസ്റ്റിലോ വളരെ പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലത്ത് നിന്ന് അല്പസമയം ഇരുന്ന് നോക്കും. ആ ഉള്ളിലെ സമ്മർദ്ദം കുറയുന്ന കാണാൻ പറ്റും. പ്രകൃതി നാവുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുന്ന കാണാൻ പറ്റും. ഇങ്ങനൊരു ബന്ധം സ്ഥാപിക്കുന്നത് ആത്മചൈതന്യമായ ദൈവത്തിന്റെ പൂർണ്ണതയാണ്. ആരാധനയിൽ ഇത് ഓർക്കണം, ദൈവത്തെ പ്രകീർത്തിക്കണം, സൃഷ്ടിച്ച ദൈവത്തെ, സൃഷ്ടിയുടെ മഹിമ കണ്ട് ദൈവത്തെ സ്തുതിക്കണം. മാത്രമല്ല, വ്യക്തിപരമായ ആരാധനയിൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത് നാം മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, നമുക്ക് നമ്മെ തന്നെ സ്നേഹിപ്പാൻ ഒരു പ്രത്യേക കൃപ ആർജിച്ചെടുക്കലാണ്. മാത്രമോ പേഴ്സണൽ വർഷിപ്പ്, വ്യക്തിപരമായ ആരാധനയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ആരും അറിയാതെ ദൈവത്തിന് സന്നിധി കൊണ്ടുവരുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നു. 2, ക്ഷമ ചോദിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം, ഇടങ്ങളിലെല്ലാം, അവസരങ്ങളിലെല്ലാം, അവസ്ഥകളിലെല്ലാം ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. 3, ദൈവത്തിന്റെ സന്നിധി വന്ന് ദൈവ സഹായത്തിന് വേണ്ടി അപേക്ഷിപ്പാൻ വ്യക്തിപരമായി നമുക്ക് പ്രചോദനം കിട്ടുന്നു. സഹോദരങ്ങളെ, ആരാധന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. ടു ഗ്ലോറിഫൈ അവർ ലോർഡ്. ആരാധന നമ്മൾ നടത്തുമ്പോൾ, അത് പേഴ്സണൽ വർഷിപ്പ് ആയാലും വ്യക്തിപരമായ ആരാധന ആയാലും കോപ്പറേറ്റീവ് വർഷിപ്പ് ഒരു സമൂഹ ആരാധനയായിരുന്നാലും, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ദൈവസന്നിധിയിൽ രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥത കൂടെ അതിനകത്തുണ്ട്. ആരാധനയുടെ പൂർണ്ണത അനുഭവിക്കുന്നത് നിറഞ്ഞ നിറമനസ്സിലുള്ള അനുതാപത്തോടെ, കണ്ണുനീർത്തിടങ്ങളെ നിലത്തൊഴുക്കിക്കൊണ്ട് അനുതാപത്തോടെ നമ്മുടെ ആവശ്യ ഭാരങ്ങളെ തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വെക്കുന്നതാണ് ആരാധന. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനിടയായി. സ്തോത്രം. വർഷിപ്പ് അഥവാ ആരാധന എന്ന ഇംഗ്ലീഷ് വാക്കിനെ പുരാതന കാലത്ത്
വിയോർ സൈപ്പേ എന്നറിയപ്പെടുന്ന ഒരു പ്രധാന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിയോർ സൈപ്പേ. ഈ വിയോർ സൈപ്പേ എന്ന് പറയുന്ന പദമാണ് ലോപിച്ച് വർഷിപ്പ് എന്ന പദമായി തീർന്നിരിക്കുന്നത്. ഈ വിയോ സൈപ്പേ എന്നറിയപ്പെടുന്ന വാക്ക്, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: യോഗ്യനും അർഹനുമായ ഒരാളിനെ സമസ്തമായി അർപ്പിച്ച് ബഹുമാനം, ആദരവും, മഹത്വം, ആരാധന കൊടുക്കുന്നതിനെയാണ് വിയോപ്സൈപ്പേ എന്നറിയപ്പെടുന്ന വാക്ക്. ഇത് ലോപിച്ച് പിന്നീട് വർഷിപ്പ് എന്ന വാക്കായി മാറി. ഇതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് പ്രോസ്കുനെ എന്നറിയപ്പെടുന്ന ഒരു വാക്കാണ്. പ്രോസ്കുനെയോ എന്നതിനെ പറയും. ദൈവത്തെയോ രാജാവിനെയോ പ്രഭുവിനെയോ തലമണക്കി കുമ്പിടുന്നതിനെയാണ് പ്രോസ്കിനെയോ എന്ന് പറയുന്നത്. ഇതേ ആശയത്തിൽ തന്നെയാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ശാഖ എന്ന മറ്റൊരു പദം. ശരിക്കും ഭക്തി നിർഭരമായി സമർപ്പണത്തോട് ജീവിതം ദൈവ മുമ്പിൽ അർപ്പിക്കുന്നതിനെയാണ് ശാഖ എന്ന് പറയുന്നത്. ആരാധന തികഞ്ഞ ഹൃദയത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. സ്വതം ദൈവം ആഗ്രഹിക്കുന്ന ആരാധന, the worship, its attitude itself comes out of heart. നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ആരാധന വരുന്നത്. അതാണ് നാം സുവിശേഷത്തിൽ കാണുന്നത്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ആരാധന ദൈവ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതാണ്. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ്. അതാണ് ദൈവത്തിന് സുഗ്രാഹ്യമായ ആരാധന. സ്തോത്രം. ആരാധനയിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയാറുണ്ട്. പ്രൈസ് ആൻഡ് വർഷിപ്പ്. സത്യം പറഞ്ഞാൽ പ്രൈസ്, നന്ദി ചൊല്ലൽ, സ്തുതി എന്ന് പറയുന്നത് ആരാധനയുടെ ഒരു ഭാഗമേ ആകുന്നുള്ളൂ. പ്രൈസ് ഒരിക്കലും ആരാധനയല്ല. പ്രൈസ് അഥവാ സ്തുതി എന്നൊക്കെ പറയുന്നത് ദൈവം നമുക്ക് ചെയ്ത നല്ല പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തലാണ്. സ്തോത്രം. പക്ഷെ ആരാധന എന്ന് പറയുന്നത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഹൗ ഗോഡ് മീൻസ് ടു മീ. എനിക്ക് എൻ്റെ ദൈവം എങ്ങനെ അർത്ഥമായിരിക്കുന്നു, അതിൽ നിന്നാണ് ആരാധന. അതാണ് ആരാധന. നമുക്ക് നമ്മുടെ ദൈവം എങ്ങനെ അർത്ഥമായിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാനും എൻ്റെ ഭാര്യ ലതയുമായിട്ടുള്ള അർത്ഥം എന്ത്? എൻ്റെ ഭാര്യ എന്ന അർത്ഥമാണ്. നിങ്ങൾ ഓർക്കൂ, ഞാനും എൻ്റെ സബിനും അതിൻ്റെ അർത്ഥം എന്ത്? എൻ്റെ മകൻ എന്ന അർത്ഥമാണ്. സ്വതന്ത്രം. സ്വതന്ത്രം. ഞാനും സിറ്റി ചേർച്ചും തമ്മിലുള്ള അർത്ഥം എന്ത്? എൻ്റെ ജനം എന്നതാണ്. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ മക്കൾ എന്നുള്ളതാണ്. സ്വതന്ത്രം. സിറ്റി ചേർച്ചും ഞാനും തമ്മിലുള്ള അർത്ഥം നിങ്ങൾക്ക് എന്താണ്? ഹല്ലേലൂയ. എൻ്റെ ഫാസ്റ്റർ, എൻ്റെ ഇടയൻ, ഞങ്ങളുടെ രക്ഷയ്ക്കായി ദൈവം അയച്ച ദൈവത്തിൻ്റെ പ്രതിനിധി. സ്വതന്ത്രം. എൻ്റെ ദൈവം എന്നെ സംബന്ധിച്ച് എന്ത് അർത്ഥമാണ് ഞാൻ ആക്കിയിരിക്കുന്നത്, എനിക്ക് എന്ത് അർത്ഥമാണ് എൻ്റെ ദൈവത്തെ സംബന്ധിച്ചുള്ളത്? മറ്റൊന്നുമല്ല സഹോദരങ്ങളെ, എനിക്ക് എൻ്റെ ദൈവം എൻ്റെ ആരാധനയിൽ എൻ്റെ പിതാവായി ഞാൻ കാണുന്നു. മൈ ഫാദർ ഇൻ ഹെവൻ. ആരാധനയിൽ വരുന്നൊരു സംഗതിയാണ്, സ്വർഗത്തിലുള്ള എൻ്റെ പിതാവേ. ഞാൻ എൻ്റെ പിതാവായ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ അവന്റെ സ്വരൂപത്തെയും സാദൃശ്യത്തെയും ഞാൻ കാണുന്നു. അവന്റെ സ്വരൂപവും അവന്റെ സാദൃശ്യവും ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് എൻ്റെ ആരാധന. ഹല്ലേലൂയ. ഇങ്ങനെ ഒന്ന് അർത്ഥം ഗ്രഹിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി നോക്കൂ. ഒരു പിതാവിൽ നിന്നും ഒരു മകന് ലഭിക്കുന്ന സകല നിർവൃതിയും സന്തോഷവും അനുഗ്രഹങ്ങളും, എന്തെല്ലാം അനുഗ്രഹങ്ങൾ പിതാവിനുണ്ടോ അതെല്ലാം സ്വന്തം മകനെ കൈമാറുന്നത് പോലെ അർത്ഥം മനസ്സിലാക്കി ആരാധിച്ചോ അത് എനിക്കും നിനക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ
ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതി. ഹല്ലേലൂയ. നാം എല്ലാം ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരണം എന്ന് പ്രധാനമായി പറയുന്നതിന്റെ ആശയം എന്താണ്? ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടണം എന്ന് പറയുന്ന ആവശ്യകത എന്താണ്? നാം ഇന്ന് ഓൺലൈനിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇതിന്റെ പ്രാധാന്യം എന്തെന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട് പ്രിയമുള്ളവരെ. പക്ഷെ കർത്താവ് പറയുന്നു, അവിടവിടങ്ങളിൽ 2-3 പേരായാലും വലിയ കൂട്ടമായാലും ഞാൻ അവരുടെ നടുവിലേക്ക് വരും എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുന്നത് ദൈവത്തിന്റെ സഭയിലാണ്. ഹല്ലേലൂയ. നാം എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ ചെല്ലണമെന്ന് പറയുന്നത് താല്പര്യം ദൈവം വെളിപ്പെടുന്ന ഇടത്ത് നമ്മൾ ചെല്ലണം എന്നതുകൊണ്ടാണ്. സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമുക്ക് നൽകിയ നിത്യരക്ഷ ദൈവവുമായി പങ്കിടുന്നതാണ് വാസ്തവത്തിലുള്ള യഥാർത്ഥ ആരാധന. അതിനായി ദൈവത്തിന് മഹത്വം കരയറ്റുന്നതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. സ്തോത്രം. നാം ദൈവസഭയിൽ നിന്ന് അനുഭവിക്കുന്നത് ദൈവം ആരെന്നറിയുകയും ദൈവത്തെ അനുഭവിച്ചറിയുകയും ചെയ്ത സ്ഥലമാണ് ദൈവത്തിന്റെ സഭ. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ദൈവം ഈ നാളുകളിൽ നമ്മുടെ സഭയെ പണി ദൈവത്തെ ധാരാളം അറിയാൻ, ദൈവത്തെ ധാരാളം അനുഭവിച്ചറിയാൻ. അപ്പൊ നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കും, അല്ലയോ പാസ്റ്ററെ, ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ അനുഭവിച്ചിട്ട് എങ്ങനെയാണ് നമുക്കത് ഗ്രഹിക്കാൻ കഴിയുന്നത്? എന്ത് പ്രയോജനം എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ഞാൻ നിങ്ങൾ പറയട്ടെ, യേശു ഈ ലോകത്ത് വലിയ കഷ്ടതകൾ അനുഭവിച്ചു. ഏത് മനുഷ്യൻ അനുഭവിക്കുന്നതിനേക്കാൾ മഹാദുരിതങ്ങൾ കർത്താവ് സഹിച്ചു. പക്ഷെ കർത്താവിന് ഒരു കംപ്ലൈന്റും ഇല്ലായിരുന്നു, വേദന പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നു. സന്ദേഹമില്ലാതെ സന്തോഷത്തോടെ പാർത്തവനാണ് യേശു. എന്തുകൊണ്ടെന്നറിയാമോ? അവന്റെ പിതാവിനെ തിരിച്ചറിയാമായിരുന്നു. 2, അവൻ ചെയ്യേണ്ട ദൗത്യത്തെക്കുറിച്ച് അറിയാമായിരുന്നു. ആ ദൗത്യം നിർവഹിക്കുന്നത് വരെ എൻ്റെ പിതാവിനെ അവൻ്റെ സന്നിധിയിൽ വിളിക്കുകയില്ല എന്ന് യേശു നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തെക്കുറിച്ച് നന്നായി അറിയാമെങ്കിൽ, ദൈവത്തെ അനുഭവിക്കുന്നെങ്കിൽ, കൊറോണ അല്ല വേറെ ഏത് മഹാമാരികൾ വരുന്നു എന്ന് പറഞ്ഞാലും, വന്നു എന്ന് പറഞ്ഞാലും നാം ഒരിക്കലും കവലപ്പെടില്ല, നാം ഒരിക്കലും ഭയപ്പെടില്ല. സഹോദരങ്ങളെ, നാം ഭയങ്കര സുദൃഢ നിശ്ചയത്തോടുകൂടെ മുന്നോട്ട് കാലടികൾ വയ്ക്കും. വ്യാധികൾ നമ്മെ തളർത്തുകയില്ല, രോഗങ്ങൾ നമ്മെ തളർത്തുകയില്ല, മരണം നമ്മെ തളർത്തുകയില്ല, ജീവിതത്തിൽ ഒരു ശക്തിക്കും നമ്മെ തളർത്താൻ പറ്റൂല. ബിക്കോസ് we know the Lord. നാം നമ്മുടെ കർത്താവിനെ അറിയുന്നു, അവൻ നമ്മെ പരിപാലിക്കുന്നു എന്നറിയുന്നു, അവൻ നമ്മെ സൂക്ഷിക്കുന്നു എന്നറിയുന്നു, അവൻ നമുക്ക് വേണ്ടുന്നതൊക്കെ തരുന്നു എന്ന കാര്യം നാം അറിയുന്നു. ഞാൻ പറയുന്നത്, ഒരു കോർപ്പറേറ്റ് വർഷിപ്പിലൂടെ, ഒരു സമൂഹാരാധനയിലൂടെ നാം ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ we know more about our God. നാം കൂടുതലായി നമ്മുടെ ദൈവത്തെ നാം തിരിച്ചറിയുന്നു. ആ അറിവിൽ സന്ദേഹങ്ങൾ മാറിപ്പോകുന്നു, സങ്കടങ്ങൾ മാറിപ്പോകുന്നു. അവർ sorrows are being disappeared. നമ്മുടെ ദുഃഖങ്ങൾ നമ്മെ വിട്ട് പോകുന്നു. നാം വളരെ കാര്യമായിട്ട് ഓർക്കണം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്ന തൊട്ടു മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ച് നിർത്തട്ടെ. വേദപുസ്തകത്തിൽ ആദ്യമായി ആരാധന ശാഖ എന്നറിയപ്പെടുന്ന ആ പദം നമ്മൾ കാണുന്നത് 1-ാം പുസ്തകം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ്. ഇങ്ങനെ അബ്രഹാം പറയുന്നു, നിന്റെ ഏകജാതനായ പുത്രനെ യാഗമർപ്പിക്കുക എന്ന് പറയുമ്പോൾ, യാഗമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അബ്രഹാമിന് മനസ്സിലായത് ആരാധിക്കുക എന്നുള്ളതാണ്. ആ ഭാഗം ഒന്ന് വായിച്ചു തരാമോ? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. യാഗമർപ്പിക്കുക എന്ന് പറഞ്ഞത് അബ്രഹാമിന് മനസ്സിലായത് ആരാധിക്കുക എന്ന വാക്കാണ്. സ്തോത്രം. അത് ഏത് കൊടുത്ത് ആരാധിക്കണം? മകനെ കൊടുത്ത് ആരാധിക്കണം. അതാണ് ദൈവം ആഗ്രഹിച്ചത്. നിന്റെ ഏകജാതനായ മകനെ യാഗമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആരാധനയിൽ മകനെ കൊടുക്കണമെന്നും അങ്ങനെ കൊടുക്കുന്നത് ഹോമയാഗമായി കൊടുക്കണമെന്നും വാസ്തവത്തിൽ അബ്രഹാം മനസ്സിലാക്കിയിരുന്നു. അവിടെയാണ് ആദ്യത്തെ പദം, ആരാധന എന്ന പദം നമ്മൾ കാണുന്നത്. ദൈവത്തെ കുമ്പിടാൻ പോയി,
ദൈവത്തെ വണങ്ങാൻ പോയി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോയി, തന്റെ ഏകജാതനായ മകനെ കൊണ്ടുപോയി. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കൂ. അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം. ആരാധനയിൽ കൊടുക്കുകയാണ്, അർപ്പിക്കുകയാണ്, പക്ഷേ ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. വളരെ കാര്യമാണ്, ഓർക്കണം ഇക്കാര്യം. ദൈവം ആവശ്യപ്പെടുന്നു അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതിനെ കൊടുക്കാൻ ദൈവം നിർബന്ധിക്കുന്നു. പക്ഷേ അബ്രഹാം കൊടുക്കുന്നത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടുന്നില്ല. അവിടെ അബ്രഹാമിന്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്, ബാല്യക്കാരൻ നിങ്ങൾ ഇവിടെ കഴുതയുമായിരിപ്പീൻ, സഹോദരൻ ഞാൻ മകനുമായി പോയി ആരാധിച്ചു മടങ്ങി വരാം. ഹല്ലേലൂയ. എത്ര വിശ്വാസത്തിന്റെ വാക്കുകളാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, വേർപാട് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. അതുവരെ ബാല്യക്കാരുമായി കൂടെ വന്നു. അവിടെ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ, മോറിയ മലയുടെ ചുവട്ടിൽ വന്നപ്പോൾ അബ്രഹാം തിരിഞ്ഞ് ബാല്യക്കാരോട് പറയുന്നു, ഇനി നിങ്ങൾ ഞങ്ങളോട് കൂടെ വന്നാൽ സംഗതി നടക്കില്ല, ആരാധന നടക്കില്ല, ഒരു വേർപാട് വേണം, ഒരു വേർപെട്ട ജീവിതം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് വരുമ്പോൾ തെരഞ്ഞെടുക്കപ്പെടാത്തവർ, ദൈവവിളി കേൾക്കാത്തവർ ആരാധനയ്ക്ക് വിലക്ക് തടിയായിരിക്കും. കുടുംബത്തിൽ, കുഞ്ഞുങ്ങളിൽ, അയൽവക്കങ്ങളിൽ, ദേശങ്ങളിൽ ഇങ്ങനെ പറയുന്നു, നിനക്കൊരു വേർപെട്ട ജീവിതം വേണം. അബ്രഹാം ബാല്യക്കാരെ വേർപെടുത്തി. ഉടനെ അവന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു മനുഷ്യൻ താനും തന്റെ ദൈവവുമായിട്ടുള്ള ഏകാന്തതയിൽ വേർപെടേണ്ടത് വേർപെട്ട് ഒരു മനുഷ്യൻ താനും തന്റെ ദൈവമായിട്ടുള്ള ഏകാന്തതയിൽ വന്നാൽ our faith will be increased. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നവരിൽ വിശ്വാസത്തിന് ശോഷണം വന്നവരുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ കുറവായി വന്നവരുണ്ടെങ്കിൽ, ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ നിങ്ങളും നിങ്ങളുടെ ദൈവം തമ്മിലുള്ള ഒരു ഏകാന്തത വേണം. നിങ്ങളും നിങ്ങളുടെ ദൈവം തമ്മിൽ ഒരു ഏകാന്തമായ ഒരു അന്തരീക്ഷത്തിൽ വേർപെടേണ്ടത് വേർപെട്ട് വന്നാൽ വിശ്വാസത്തിൽ വർധനവ് വരും. വിശ്വാസത്തിന്റെ വർധനവാണ് മകനെ കൊണ്ട് തിരിച്ചു വരുവാൻ, അനുഗ്രഹങ്ങളോടുകൂടെ വരുവാൻ അബ്രഹാമിന് ഭാഗ്യം ലഭിച്ചത്. അബ്രഹാമിന്റെ ആരാധന മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഞാനും നിങ്ങളൊക്കെ ശാരീരികമായി വ്യത്യസ്തമായിരിക്കുന്നു, ശബ്ദം വ്യത്യസ്തമായിരിക്കുന്നു, ഭാഷാരീതി വ്യത്യസ്തമായിരിക്കുന്നു, സകല രീതികളും വ്യത്യസ്തമായിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ആരാധനയും വ്യത്യസ്തമായിരുന്നു കൂടാ? ഹല്ലേലൂയ. God wants us to offer a particular worship before the Lord. നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ആരാധന ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, മറ്റുള്ള എല്ലാവരെക്കാൾ അധികമായിട്ടുള്ള വ്യത്യസ്തമായ അനുഗ്രഹം നിനക്കും നിന്റെ തലമുറയ്ക്കും കുഞ്ഞുങ്ങൾക്കും ദൈവം തരാൻ വിശ്വസ്തനായ ദൈവമാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയം വെച്ചു കൊടുക്കാം. ഒരു വലിയ ഉണർവ് ആരാധനയിൽ ഉണ്ടാകട്ടെ. അപ്പോസ്തലരുടെ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വായിച്ചതുപോലെ പൗലോസ് പിറ്റേന്ന് യാത്രയാകുന്നതുകൊണ്ട് പാതിരാവ് വരെ പ്രസംഗം നീട്ടി ആളുകൾ ഉണർവോടുകൂടെ ഇരുന്ന് കേൾക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ ആരാധനയുടെ വചനധ്യാനത്തിന്റെ പ്രത്യേകത അതായിരുന്നു. ഇന്ന് വചനത്തിന്റെ മുമ്പിൽ വളരെ അലസത കാണിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ 1-ാം നൂറ്റാണ്ടിന്റെ ഉണർവ് നിങ്ങൾ കണ്ടോ? പാതിര വരെ പ്രസംഗം നീട്ടിയിട്ട്, രാവിലെ തുടങ്ങിയ പ്രസംഗം പാതിര വരെ നീട്ടിയിട്ട് വിഷമമില്ലാതെ അരികത്തിരിക്കുന്ന, ആവേശത്തോടെ ദൈവവചനം കേൾക്കാൻ ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ 1-ാം നൂറ്റാണ്ടിൽ കാണുന്നു. എന്തു പറ്റി 21-ാം നൂറ്റാണ്ടിലെ ജനതയ്ക്ക്? യേശുക്രിസ്തുവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലത്ത് ആരാധനയ്ക്ക് അലസത കാണിക്കുന്ന, വേലയ്ക്ക് അലസത കാണിക്കുന്ന ക്രിസ്തീയ സമൂഹത്തെ നമ്മൾ കാണുന്നു. നമ്മുടെ സിറ്റി ചർച്ച് ഉണരാൻ പോവുകയാണ്.
യേശുവിന്റെ നാമത്തിൽ ഉണരാൻ പോവുകയാണ്. ദൈവം തന്നെ ശക്തി അയക്കാൻ പോവുകയാണ്. ആരാധന ഉണ്ടാക്കുന്ന അനുഗ്രഹങ്ങൾ കുടുംബങ്ങളിൽ മേൽ ദൈവം അയക്കാൻ പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന് സുഗ്രാഹ്യമുള്ള ആരാധന അർപ്പിക്കുന്ന ആളുകളായി എഴുന്നേൽക്കാൻ പോവുകയാണ്. നമ്മുടെ ദേശം ഇളകി, അവൻ സ്ഥലങ്ങൾ ഇളകി കൂട്ടത്തോടെ ദൈവത്തെ ആരാധന